കേരളത്തിലെ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയോ? അവർ ഇടയ്ക്കിടെ നടത്തുന്ന ഈ മാധ്യമ ബഹിഷ്കരണമാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്രസമ്മേളനം വിളിച്ചു പറയും, ഞങ്ങൾ ഇനി ഈ ചാനലിന്റെ ചർച്ചയിൽ പങ്കെടുക്കില്ല, അവരെ ബഹിഷ്കരിക്കുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ആ ചാനലുകളോ ബി.ജെ.പി വരാത്തത് കൊണ്ട് പൂട്ടിപ്പോകുമോ? ഒരിക്കലുമില്ല. പകരം ബി.ജെ.പിയുടെ ഭാഗം പറയാൻ ആളില്ലാത്തത് കൊണ്ട് ലെഫ്റ്റ് ലിബറൽ ആവാസ വ്യവസ്ഥ അവരുടെ അജണ്ടകൾ വളരെ എളുപ്പത്തിൽ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കും. ഇവിടെയാണ് നമ്മൾ ചരിത്രം പരിശോധിക്കേണ്ടത്. മുമ്പ് CPM ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ചിരുന്നു. ഏഷ്യാനെറ്റ് റിപ്പോർട്ടർമാർക്ക് AKG സെന്ററിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയ സമയമുണ്ട്. അന്ന് ചാനൽ മാനേജ്മെന്റും മുതിർന്ന മാധ്യമ പ്രവർത്തകരും AKG സെന്ററിന്റെ പടികൾ കയറി ഇറങ്ങി CPM നേതാക്കളുടെ കാല് പിടിച്ച് ഒത്തുതീർപ്പുണ്ടാക്കി. എന്നാൽ ബി.ജെ.പി ബഹിഷ്കരിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? ഏഷ്യാനെറ്റ് ബി.ജെ.പി ഓഫീസിലേക്ക് വന്നോ? തിരിഞ്ഞു പോലും നോക്കിയില്ല. സംസ്ഥാന അധ്യക്ഷന്റെ മുന്നിൽ മുട്ടുകുത്തിയോ? ഇല്ല. കാരണം വളരെ വളരെ ലളിതമാണ്. കേരള രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ഭരണം കൈയാളുന്ന ഒരു പ്രസ്ഥാനത്തെ പിണക്കാൻ മാധ്യമങ്ങൾക്ക് ഭയമാണ്. എന്നാൽ സ്വന്തം അണികളെ തെരുവിൽ വിട്ട് AC മുറിയിൽ തന്ത്രങ്ങൾ മെനയുന്ന നേതാക്കളെ അവർക്ക് പേടിയില്ല. നാണം കെട്ടത് ഏഷ്യാനെറ്റല്ല, ചാനൽ ബഹിഷ്കരിച്ച് സ്വന്തം പരാജയം ഒളിക്കാൻ നോക്കിയ പാർട്ടി നേതൃത്വമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് ബി.ജെ.പി വിരുദ്ധത പ്രചരിപ്പിക്കുന്നത് എന്നാണ്. എന്നാൽ ഒരിക്കലും അല്ല. അതൊരു വലിയ തെറ്റായ ധാരണയാണ്. കേരളത്തിൽ ജനങ്ങൾ കാണുന്ന 9 പ്രമുഖ മലയാളം ന്യൂസ് ചാനലുകൾ, 15ഓളം ദേശീയ ചാനലുകൾ, 70ഓളം ഓൺലൈൻ പോർട്ടലുകൾ, ഇവയെല്ലാം അടങ്ങുന്നൊരു വലിയ എക്കോസിസ്റ്റം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കൈരളി, മാതൃഭൂമി, 24 ന്യൂസ്, ന്യൂസ് 18 കേരളം, മീഡിയ വൺ, മനോരമ ന്യൂസ്, ഇതിൽ ഏഷ്യാനെറ്റ് എന്നത് ഒരു ചെറിയ കഷ്ണം മാത്രമാണ്. നിങ്ങൾ ഏഷ്യാനെറ്റ് ബഹിഷ്കരിച്ച ബാക്കി 8 ചാനലുകൾ അപ്രത്യക്ഷമാകുമോ? ഈ വലിയ നെറ്റ്വർക്കിനെ നേരിടാൻ ആശയപരമായ വ്യക്തതയോ അല്ലെങ്കിൽ കൃത്യമായ മാധ്യമ തന്ത്രങ്ങളോ ബി.ജെ.പിക്കോ സംഘപരിവാറിനോ ഉണ്ടോ? ഇനി നമുക്ക് ഈ ഉടമസ്ഥതയുടെ കാര്യം ഒന്ന് നോക്കാം. ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രധാന ഓഹരി ഉടമ ജൂപ്പിറ്റർ ക്യാപിറ്റൽ വഴി NDA നേതാവായ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറാണ് എന്നത് പരസ്യമായ രഹസ്യമാണ്. സ്വന്തം പാർട്ടിയുടെ നേതാവ് സ്വാധീനമുള്ളൊരു സ്ഥാപനത്തിൽ പോലും ബി.ജെ.പിയുടെ ആശയങ്ങൾ കൃത്യമായി അവതരിപ്പിക്കപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ അവിടെ കുറ്റം പറയേണ്ടത് മാധ്യമപ്രവർത്തകരെയല്ല. ചില ആളുകൾ കരുതുന്നു ഏഷ്യാനെറ്റിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ മാറിയാൽ അല്ലെങ്കിൽ ചാനലിന്റെ ഉടമസ്ഥത മാറിയാൽ എല്ലാം ശരിയാകുമെന്ന്. എന്നാൽ ചിന്തിച്ചു നോക്കൂ, നാളെ ഏഷ്യാനെറ്റ് വിൽക്കാൻ വെച്ചാൽ തന്നെ അത് വാങ്ങാൻ പോകുന്നത് ആരൊക്കെയായിരിക്കും? ഒന്നാമത്തെ സാധ്യത MA യൂസഫ് അലിക്കാണ്, അദ്ദേഹത്തെ പോലെയുള്ള വൻകിട വ്യവസായികൾ. രണ്ടാമത്തെ സാധ്യത കൈരളിയിൽ വലിയ നിക്ഷേപമുള്ള ലീഗ് MP ആയ അബ്ദുൽ വഹാബ് ആയിരിക്കും. അതുമല്ലെങ്കിൽ CPM-നോട് തീവ്ര ആഭിമുഖ്യമുള്ള രവി പിള്ളയെ പോലെയുള്ളവരായിരിക്കാം. അതുമല്ലെങ്കിൽ കോൺഗ്രസിന്റെയും ഗാന്ധി കുടുംബത്തിന്റെയും കടുത്ത ആരാധകരായ ബെന്നറ്റ് കോൾമാൻ ടൈംസ് ഗ്രൂപ്പിന്റെ കമ്പനി ആയിരിക്കാം. ഉടമസ്ഥന്റെ പേര് മാറും, ചാനലിന്റെ ലോഗോ മാറും, പക്ഷെ സ്ക്രിപ്റ്റ് അത് തന്നെ ആയിരിക്കും. ഇത് തന്നെയാണ് അരുന്ധതി റോയ് എന്ന പേര് വെച്ച് നടന്ന് ഭാരതത്തിന്റെ ദേശീയതയെ തകർക്കാൻ ശ്രമിക്കുന്ന ലിബറൽ ചിന്താഗതിക്കാരുടെ രീതി. പേര് ഹിന്ദുവിൻ്റെതോ അല്ലെങ്കിൽ ദേശീയവാദിയുടെയോ ആയിരിക്കാം, പക്ഷെ പ്രവർത്തിക്കുന്നത് വിഘടനവാദികൾക്ക് വേണ്ടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചാനലിന്റെ ഉടമയെ നോക്കി കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉടമ മാറിയാൽ നിലപാട് മാറുമെന്നത് വെറും വ്യാമോഹം മാത്രമാണ്. ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സ്വന്തമായി മാധ്യമങ്ങളില്ലേ? വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ജന്മഭൂമി എന്ന പത്രം നമുക്കും ഉണ്ട്, ജനം TV എന്ന ചാനൽ നമുക്കും ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് ജന്മഭൂമിക്കോ ജനം TVക്കോ കേരളത്തിലെ ഇടത് വലത് മാധ്യമ സിൻഡിക്കേറ്റിന്റെ അതേ നാണയത്തിൽ വെല്ലുവിളിക്കാൻ സാധിക്കുന്നില്ല എന്നത്. ദേശീയ തലത്തിൽ അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് TV നാഷണൽ ലൈവിൽ ഉണ്ടാക്കിയ തരംഗം അതെന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല? ആരെയാണ് പേടി? പരസ്യം തരുന്ന വലിയ കോർപ്പറേറ്റ് കുത്തകകളെയാണോ? അതോ പരസ്യം നൽകിയ ചാനൽ ബഹിഷ്കരിക്കും, പ്രക്ഷോഭം ഉണ്ടാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുള്ള പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ ഹാൻഡിലുകളെയാണോ? മാധ്യമ വ്യാകരണത്തെ നേരിടേണ്ടത് അതേ മാധ്യമ വ്യാകരണം കൊണ്ട് തന്നെയാണ്, അതല്ലാതെ ബഹിഷ്കരണം കൊണ്ടോ പരാതി പറഞ്ഞത് കൊണ്ടോ അല്ല. ജന്മഭൂമിയുടെയോ ജനം TVയുടെയോ അമരത്തിരിക്കുന്നവർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ ഇത്? അല്ല, അവിടുത്തെ നേതൃത്വം മനഃപൂർവ്വം പോരാട്ട വീര്യം കൈവിട്ടത് കൊണ്ടാണ്. ഒരു ആക്രമണോത്സുകമായ മാധ്യമ പ്രവർത്തനം നടപ്പിലാക്കാൻ അവർ തയ്യാറാകുന്നില്ല. വിനു വിജോൺ, പ്രശാന്ത് രഘുവംശം, സിന്ധു സൂര്യകുമാർ, ഇവരൊക്കെയാണ് കേരളത്തിൽ ബി.ജെ.പിയെ നാണം കെടുത്തുന്നത് എന്ന് പറഞ്ഞ് അണികൾ മുറവിളി കൂട്ടാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? അവർ അവരുടെ ജോലി ചെയ്യുകയാണ്. ഏഷ്യാനെറ്റിന്റെ കയ്യിൽ നിന്നും ശമ്പളം വാങ്ങുന്നു, ബാഹ്യശക്തികളുടെയും ലെഫ്റ്റ് ലിബറൽ ലോബികളുടെയും അജണ്ടകൾ നടപ്പിലാക്കുന്നു. അവരെ കുറ്റം പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് ഈ മാധ്യമ പ്രവർത്തകരുടെ അജണ്ടകളെ പൊളിച്ചെടുക്കാൻ തക്ക ശേഷിയുള്ള തന്ത്രശാലികളായിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ ടീം, ആ ഐഡിയോളജിക്കൽ ടീം ബി.ജെ.പിക്ക് ഉണ്ടോ?
ആ ചോദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ. പഠിച്ചിട്ട് സംസാരിക്കുന്ന, ഡാറ്റകൾ വെച്ച് ഇടത് വലത് വക്താക്കളുടെ വായടപ്പിക്കുന്ന എത്ര വക്താക്കൾ ഇന്ന് കേരളത്തിലെ BJPക്ക് ഉണ്ട്? വിരലിൽ എണ്ണാവുന്നവർ മാത്രം. ബാക്കിയുള്ളവർ വെറും പാർട്ടി കൊടിയും പിടിച്ച് വന്നിരുന്ന് ചാനലുകളിൽ വിരിക്കുന്ന വലയിൽ പോയി വീഴുന്നു. പരാജയം മാധ്യമപ്രവർത്തകരുടേതല്ല, മികച്ച ആശയപരമായി പ്രതിരോധം തീർക്കാൻ കഴിയാത്ത പാർട്ടി നേതൃത്വത്തിൻ്റെതാണ് കുഴപ്പം. കേരളം എന്ന് പറയുന്നത് ഒരു ഇടത് മോദി വിരുദ്ധ ഭൂരിപക്ഷ മേഖലയാണ്. ഇവിടെ ദേശീയ ആശയങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ രീതി പോരാ. AC മുറികളിലെ ശിബിരങ്ങളും കോർ കമ്മിറ്റി യോഗങ്ങളും സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങളും കഴുത്തിൽ കാവിച്ചരടും കെട്ടി നടക്കുന്നത് കൊണ്ട് മാത്രം കേരളത്തിൽ പാർട്ടി വളരില്ല. തെരുവിളക്കണം, ജനങ്ങളിലേക്ക് ഇറങ്ങണം, പുതിയ ആശയങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെക്കണം. കേരളത്തിലെ യുവാക്കളെ യുവമോർച്ച എന്ന വെറും പോസ്റ്റർ ഒട്ടിക്കൽ തമാശയിൽ മാത്രം തളച്ചിടാൻ പാടില്ല. അക്കാദമിക് രംഗത്തും സാങ്കേതിക രംഗത്തും പ്രൊഫഷണൽ രംഗത്തുമുള്ള മിടുക്കരായ യുവാക്കളുടെ തീക്ഷ്ണതയും സർഗശേഷിയും ഉപയോഗപ്പെടുത്തണം. ഇന്ന് കേരളത്തിലെ വലിയൊരു വിഭാഗം ബുദ്ധിമാന്മാരും IT പ്രൊഫഷണലുകളും ഡോക്ടർമാരും വക്കീലന്മാരും ജനകീയരായ ആളുകളും BJPയുടെയും സംഘപരിവാറിന്റെയും കളത്തിന് പുറത്താണ്. അവരെ കൂടെ കൂട്ടി ശക്തിപ്പെടാൻ പാർട്ടിക്ക് കഴിയുന്നില്ല. ചിന്തിച്ചു നോക്കൂ, സംഘപരിവാറിന്റെ ലോകോത്തര ബ്ലൂ പ്രിന്റിൽ തയ്യാറാക്കിയ എത്രയോ മികച്ച പ്രസ്ഥാനങ്ങളുണ്ട്. സേവാഭാരതിയുണ്ട്, ക്ഷേത്ര സംരക്ഷണ സമിതിയുണ്ട്, തപസ്യയുണ്ട്, ഹിന്ദു ഐക്യവേദിയുണ്ട്. ഇതൊക്കെ ഇന്ന് കേരളത്തിൽ എത്രത്തോളം ശക്തമാണ്, സജീവമാണ്. താഴെത്തട്ടിൽ ഈ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം നിർജീവമായി പോകാൻ കാരണം എന്താണ്? അർപ്പണബോധമുള്ള പ്രവർത്തകരെ ശരിയായി നയിക്കാൻ നേതാക്കൾക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ? അവസാനമായി ഒരു കാര്യം കൂടി പറയാം. രാജ്യസ്നേഹം നെഞ്ചിലേറ്റുന്ന സാധാരണ പ്രവർത്തകരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നരേന്ദ്രമോദി എന്ന നേതാവ് രാജ്യപുരോഗതിക്ക് വേണ്ടി ദിവസം 18 മണിക്കൂർ ജോലി ചെയ്യുന്നു. അമിത്ഷായും യോഗി ആദിത്യനാഥും RSS മേധാവി മോഹൻ ഭാഗവതും ചേർന്ന് ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ രാത്രിയും പകലും അധ്വാനിക്കുന്നു. എന്നാൽ കേരളത്തിലെ ചില നേതാക്കൾക്ക് ഈ ദേശസ്നേഹം എന്നത് വെറും ഒരു കച്ചവടമോ അല്ലെങ്കിൽ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്കുള്ള വഴിയോ മാത്രമാണ്. നാളെ ഈ രാജ്യം നശിച്ചാൽ അല്ലെങ്കിൽ ഈ നാടിന്റെ അവസ്ഥ മോശമായാൽ അവർക്കൊക്കെ വിദേശത്തേക്ക് കുടിയേറാൻ കപ്പാസിറ്റി ഉണ്ട്, അവർക്കത് ഈസിയാണ്. പക്ഷേ നമുക്ക് അങ്ങനെയല്ല. ഈ മണ്ണിൽ ജീവിച്ചേ മതിയാകൂ. ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാൻ, ഇന്ത്യ ഭരിക്കാൻ മോദി വേണം. പക്ഷെ കേരളത്തിൽ BJP വരണമെങ്കിൽ അല്ലെങ്കിൽ വളരണമെങ്കിൽ ഏഷ്യാനെറ്റിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ചാനലുകളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ കാര്യമില്ല. സ്വന്തം വീഴ്ചകൾ തിരുത്തുക, ചാനൽ ബഹിഷ്കരണം എന്നത് ആ തമാശ അവസാനിപ്പിക്കുക. എന്തായാലും ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.